കായംകുളം നഗരത്തിലെ സ്റ്റുഡിയോയിലെത്തിയ യുവാവ് ആൾമാറാട്ടം നടത്തി പണം തട്ടിയെടുത്തു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കൊട്ടുവള്ളിൽ സ്റ്റുഡിയോയിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. സ്റ്റുഡിയോയിലെത്തിയ യുവാവ് ഉടമ സുരേഷിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുന്നതായി അഭിനയിച്ച് സ്റ്റുഡിയോയിലുണ്ടായിരുന്ന സുരേഷിന്റെ ഭാര്യയോട് 2800 രൂപ വാങ്ങി കടന്നുകളയുകയായിരുന്നു. മാന്യമായ വേഷം ധരിച്ചെത്തിയ അജ്ഞാത യുവാവ് വളരെ വിദഗ്ധമായാണ് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കൊട്ടുവള്ളി സ്റ്റുഡിയോയിൽ നിന്നും പണം തട്ടിയെടുത്തത്. ഉടമ സുരേഷ് സ്ഥലത്തില്ലാത്ത നേരം നോക്കി സ്റ്റുഡിയോയിലെത്തിയ യുവാവ് സുരേഷിന്റെ സുഹൃത്താണ് താനെന്ന രൂപത്തിൽ അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുന്നതായി അഭിനയിച്ച് സ്റ്റുഡിയോയിലുണ്ടായിരുന്ന സുരേഷിന്റെ ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ച് 2800 രൂപ വാങ്ങി കടന്നുകളയുകയായിരുന്നു. ഇയാൾ പോയതിനു ശേഷം ഭാര്യ ഷാലു സുരേഷിനെ വിളിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. സംഭവത്തിന്റെ CCTV ദൃശ്യം CDNet ന്യൂസിന് ലഭിച്ചു. സംഭവത്തിൽ സുരേഷ് കായംകുളം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ കുറത്തിക്കാട് മാവേലിക്കര ഭാഗത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തട്ടിപ്പ് നടന്നിരുന്നു. CDNet ന്യൂസ് ഇത് പുറത്തു കൊണ്ടുവരികയും ചെയ്തു. സ്ത്രീകൾ സ്ഥിരമായിരിക്കുന്ന കടകളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത്. ഞാനിത് സ്റ്റുഡിയോയിൽ നിന്ന് വെളിയിലോട്ട് പോയ സമയത്താണ് ഇവിടെ എന്നെ അറിയാവുന്ന രീതിയിൽ ഒരാൾ വന്നിട്ട് ഇവിടെ പൈസ എന്തുകൊണ്ട് ഇരിപ്പുണ്ട്, എനിക്ക് പൈസ തരാണ്ടായിരുന്നു, വല്ലതും തരാണ്ടോന്ന് ചോദിച്ചുകൊണ്ട് ഒരു കക്ഷി ഇവിടെ വരും. അപ്പം എൻ്റെ ഭാര്യയാണ് വിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഭാര്യയായിരുന്നു. ഭാര്യ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയും അപ്പോൾ ഇദ്ദേഹം ഇവിടെ പൈസ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിരിക്കുന്ന ഫോൺ എടുത്തിട്ട് സംസാരിക്കുകയാണ്. ഞാനിവിടെ ഇപ്പോൾ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, അത് പൈസ ഇപ്പോൾ ഉണ്ടെങ്കിൽ എത്ര ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇങ്ങനെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ എന്തോ ഉണ്ട് നോക്ക്, അതുകൊണ്ട് 2800 രൂപ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്, എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചിട്ടാണ് എൻ്റെ വൈഫിൻ്റെ പൈസ മേടിച്ചുകൊണ്ട് പോകുന്നത്. CDNet ന്യൂസ് കായംകുളം.